ഹായ് നമസ്കാരം. എം മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വീശാൻ പോവാണ്. നമ്മുടെ ഒരു സുഹൃത്ത് ആറ്റിൽ വീശിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ തോട്ടിൽ നിന്ന് വെള്ളം നന്നായിട്ട് അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പം വയമ്പ് ആറ്റിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരും. വീശിയാൽ വയമ്പ് കിട്ടും. നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോയി വരാം. പോയി അതന്നെ മോർശം കുഞ്ഞാന്ന് തോന്നുന്നത്. അത് ആ പോയിട്ട് ആ സിലോപ്പിക്ക് വീശാൻ പോയത്. നമുക്കൊരു ദിവസം പോവാം. നാളെ നോക്കട്ടെ. എന്ത് സിലോപ്പി അല്ലേ അവിടെ? നമുക്ക് സിലോപ്പി വീശാം. തെളിവലയ്ക്ക് പോകാം. പറ്റുവലയ്ക്ക് പോയിട്ട് കാര്യമില്ല. അന്നേരം ഇല വീശാൻ പോവാ. എങ്ങനെയാണെന്നറിയത്തില്ല. വീശാൻ പോവാ. ചൂട് ഉണ്ടായിരുന്ന ഇപ്പൊ അറിയായിരുന്നു. ആദ്യത്തെ വലയാ. മോർശം കുഞ്ഞാണ്. മോർശം കുഞ്ഞാണ്. അത് ചൂടയായിരിക്കും. ചൂടയല്ല, മോർശം കുഞ്ഞ്. ചൂടയില്ല. അത് വല മണി തേയായിരിക്കാനിട്ട് പെറുക്കാനും സുഖമുണ്ട്. ഇല്ല ഞാൻ പോയിരുന്നു. ആ അപ്പം വണ്ടി മാറി വരുമോ? ആ അപ്പം വണ്ടി മാറി വരും. അവൻ്റെ വണ്ടി തന്നെയാണ്. നമുക്ക് വീശി വലിച്ചു. ഇനി ഇവനെ ഒന്ന് കുടഞ്ഞെടുക്കാം. നന്ദൻ കുഞ്ഞായതുകൊണ്ട് ഇച്ചിരി മോർഷിനെ കാണാനില്ല. ഇപ്പം മഴ പെയ്തപ്പോൾ അത് ഇറങ്ങി. വലുതായില്ല. അതെ, ഇല്ല. അമോണിയും അതൊരു തിള തിളയ്ക്കുമ്പോൾ പെരക്കകത്തങ്ങ് നിൽക്കാനും പറ്റില്ല. പെരക്കകത്തങ്ങ് നിൽക്കാനും പറ്റില്ല. അതിനും വില എന്നതാ. 4-5 കിട്ടും. പിന്നെ പെണ്ണുങ്ങൾക്ക് അത് മതി. വേറെ കൈ നനയാതെ അവർക്ക് സീലിൽ തുടങ്ങുമ്പോൾ വെട്ടാൻ തുടങ്ങും. ഈ സോപ്പൊന്നും തേച്ചാ പോരാ, അതിന് കുളിപ്പിക്കുന്ന പ്രത്യേക സോപ്പുണ്ട്. അത് ആണോ? അതിന്റെ മുഖമൊന്നും കഴുകിയില്ല. അതിനകത്ത് അത് ഇല്ലാത്ത മീനൊന്നും ഇല്ല, എല്ലാം ഉണ്ട്. നന്ദനുണ്ട്, ചൂടയുണ്ട്, വയമ്പുണ്ട്, മുരശുണ്ട്, പാറലുണ്ട്. ഇതാ മുരശ്. ഇത് വലുതാവുന്നതാ.
ഇത് കണ്ടോ, ഇതാ മുരശ്. അതിൻ്റെ അതിന് നല്ല വലിപ്പം വെക്കുന്നതാ. ഇപ്പോൾ ഇടപ്പരവും ആയുള്ളൂ. നമ്മൾ ഇച്ചിരി ചപ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കളയുക. ഇല്ലെന്നല്ലേ പെട്ടെന്ന് മീൻ ചീഞ്ഞു പോകും. അമ്മാര് ഒരു കിൻഡിലെ മത്തി കൊണ്ടുവന്നാൽ ഉച്ചയാകുമ്പോൾ പണി തീർന്നായിരുന്നു വീട്ടിൽ പോകും. ചെമ്മീനുണ്ടായിരുന്നു. ചെമ്മീൻ എന്നാവരെയായിരുന്നു? ഒരു വല വീശി നമുക്ക് കിട്ടി. നമുക്ക് ഇപ്പോഴത്തെ വിലയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു 150 രൂപയുടെ മീനുണ്ട്. 150 രൂപ തൊട്ട് 500 രൂപ. നിങ്ങളുടെ മീൻ കച്ചവടം നമ്മുടെ മീൻ കച്ചവടം അതാ. മീൻ കൊടുക്കുക എന്നുള്ളൂ, വിലയില്ല. കറി വെക്കുന്നവന്റെ ചട്ടി കരിഞ്ഞു പോകാൻ അവര് നമ്മളെ തെറി പറയും. നമ്മൾ അന്ന് കൊണ്ട് കൊടുത്തില്ല തോണി. ആ തോണി കഴിഞ്ഞ ദിവസം തീർന്നു. പുള്ളിക്കാരത്തി അത് കുത്തിയിരുന്ന് വെട്ടി ഉരിച്ചെടുത്ത് ഓരോ ചെറിയ ഈ ബിരിയാണിയുടെ വാങ്ങിക്കുന്ന പാത്രമൊക്കെ ഓരോന്നിനകത്ത് ആ ഫ്രീസറിനകത്ത് കയറ്റി വെക്കും. 10-12 പാത്രത്തിനകത്ത്. എന്നിട്ട് ഓരോ ദിവസവും എടുക്കും. അവർ 2 പേരല്ലേ ഉള്ളൂ. ഇന്നലെ ഞാൻ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞാ ഇല്ല അവരോടും എല്ലാം കൂടിയാ കൊള്ളാമെന്ന്. ആ തമ്പിച്ചേട്ടന്റെ പൂച്ച ഈ നന്ദന ഇരുന്ന് വന്നിരുന്ന് അടിക്കുന്നതാണ്. കാറ് മുറുവാന്ന് കടിച്ചു. ഒരു പോള കിടക്കുന്നു, അത് പോട്ടെ, എന്നിട്ട് നമുക്ക് വീശാം. വീശാം. പോള അങ്ങ് പോയി. എന്നാൽ മറ്റേ വണ്ടി ചെറുതായോണ്ട് അവൻ ഒന്നുമില്ല. 2 പാരലുണ്ട്.